മനോഹരമായി നമുക്ക് ഈ പുല്ലാങ്കുഴൽ വായിച്ചു തന്നത് ഗുരുവേട്ടനാണ്. നമ്മൾ ഓരോരുത്തരെയും പോലെ തന്നെ അദ്ദേഹത്തിനും ഏറ്റവും പ്രിയപ്പെട്ട നെല്ലിയാമ്പതിയിലെ കാഴ്ചകളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും സ്വാഗതം. നെന്മാറിയിൽ നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ മാറി പോത്തുണ്ടി ഡാമിൻ്റെ താഴെ നിന്നുമാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള വനപാത ആരംഭിക്കുന്നത്. പോത്തുണ്ടിയിലെ കാഴ്ചകളും ഭയങ്കര രസമാണ്. കോവിഡ് കാലമായതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സ്ഥലത്തും ഈ പോത്തുണ്ടിയിൽ കൊടയുടെ താഴെ ഇഷ്ടം പോലെ വാനരന്മാർ കിടന്ന് കറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ ചെറിയ ടീ ഷോപ്പുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ വണ്ടിയിൽ അങ്ങോട്ട് കാട്ടിലേക്ക് കയറുകയായി. കഴിഞ്ഞ 2018 പ്രളയത്തിലെ തകർന്ന റോഡുകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ അടുത്ത മഴയിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും രസമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ കാട്ടിലൂടെ ഉള്ളത്. നല്ല ചോലകളുണ്ട്, ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങൾ, വനത്തിൻ്റെ കുളിർമ. ഇതെല്ലാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തകർന്ന റോഡാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം നന്നാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ യാത്ര ആസ്വദിച്ച് തുടരാവുന്നതാണ്. മനുഷ്യന്മാരുടെ തിരക്ക് കുറഞ്ഞോടുകൂടിയിട്ട് മൃഗങ്ങൾ സുഖമായിട്ട് നടക്കുന്നതിൻ്റെ പല ലക്ഷണങ്ങളും അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു. സിംഹവാലൻ കുരങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴിയിൽ. അതെല്ലാം കണ്ടിട്ട് രസമുള്ള തണുപ്പിലായിരുന്നു. ഭയങ്കര കുളിർമയുണ്ടോ, ഭയങ്കര രസമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ പുല്ലാങ്കുഴൽ വായിച്ച ഗുരുവേട്ടനെ കണ്ടത്. മൂപ്പര് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇതിലെ ഉണ്ണി വേറൊരു കാര്യം പറയട്ടെ. ഈ മനുഷ്യൻ വരുത്തി വെച്ച വിപത്താണ്. ഞാൻ 20 കൊല്ലം മുന്നേ നമ്മുടെ കടയിൽ നിർത്തി ഇവിടെ വന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ണി മോളിൽ നിന്ന് ഈ പോത്തിൻ്റെ പാടായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് പകുതി മുക്കാൽ റബ്ബറാണ്. അതിന് 4 ഫ്ലാറ്റും കെട്ടിയിട്ടുണ്ട്. പിന്നെ കൊറോണ ഇത് ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ 5 ഏക്കർ ഭൂമി മുതൽ നിരത്തി പോവുമെങ്കിൽ 5 കൊല്ലം കൂടി എത്ര നിരത്തി പോവും? പിന്നെ ഞാൻ പറയുന്നത് ഭൂഖണ്ഡത്തിൽ കൊറോണയിൽ ഇപ്പോൾ വേറെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുനിന്ന് വെളിക്ക് തള്ളുന്ന പുകയൊക്കെ കംപ്ലീറ്റ് വിഷാംശങ്ങൾ. ഇത് ഈ ഭൂഖണ്ഡത്തിൽ മൊത്തം കിടന്ന് കറങ്ങിട്ട് എവിടേക്ക് പോകുന്നത്? ഈ വായുമണ്ഡലം കഴിഞ്ഞാൽ ശൂന്യമുണ്ട്. മേലേക്ക് വന്നാലും പോകാൻ പറ്റില്ല. ഇത് കറങ്ങി അവസാനം നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. ഒരു വന്യമൃഗങ്ങൾക്ക് വല്ല അസുഖം വന്നിട്ടുണ്ടോ? ഒരു നമ്മുടെ വീട്ടിലൊരു കോഴിക്ക് വന്നിട്ടുണ്ടോ? ഒരു പൂച്ചയ്ക്ക് വന്നിട്ടുണ്ടോ? ഒരു നായ്ക്ക് വന്നിട്ടുണ്ടോ? എന്താ ഈ ഭൂഖണ്ഡത്തെ മനുഷ്യന്മാർക്ക് മാത്രം മനുഷ്യൻ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടി. ഇനി കിട്ടിയ എന്താ പറയുക, എൻ്റെ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മക്കളും കുട്ടികളായിട്ട് ഈ നെല്ലിയാമ്പതി കടന്നു വരുമ്പോഴേ ഈ നെല്ലിയാമ്പതി പച്ചപ്പും തണുപ്പൊക്കെ ഇവിടെ വേണം. വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു സാധാരണക്കാരൻ ഗുരുവേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും കേട്ട് പിന്നീട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. താരതമ്യേന തിരക്ക് കുറഞ്ഞ നെല്ലിയാമ്പതിയിലെ ചെറു പട്ടണങ്ങളും കടന്ന് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിലേക്ക് നമ്മൾ കടക്കുക. ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഉള്ള നെല്ലിയാമ്പതിയുടെ സൗന്ദര്യം. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് സീതാർകുണ്ടിലെ കാഴ്ചകൾ കാണാനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ സഞ്ചാരികൾ ഏറെ ഉണ്ടാവാറുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ എൻട്രി പോയിൻറ്റ്. ചെറിയൊരു ഷോപ്പും എല്ലാം ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം അടച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ നടന്നെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീതാർകുണ്ടെത്തി. നെല്ലിയാമ്പതിയിലെ ഏറ്റവും യാത്രികർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ പോയിൻറ്റ്. ലാസ്റ്റ് ഇയർ ഇവിടെ ഒരു ചെറിയൊരു അപകടം നടന്നിരുന്നു. അന്നോട്ട് ഇവിടെ നമ്മുടെ ഒരു വേലിക്കെട്ടും ഒരു സുരക്ഷയൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സംഭവമാണ്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. നല്ല പ്രകൃതി രമണീയമായ നെല്ലിയാമ്പതി.
നെല്ലിയാമ്പതിയിലെ ട്രേഡ് മാർക്ക് ഷോട്ടായ നെല്ലിമരം. നേരത്തെ അപകടങ്ങളൊക്കെ കൊണ്ട് വേലിക്കെട്ടുകൾ ഇതിൻ്റെ സൗന്ദര്യം ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിലും അതൊരു എല്ലാവരുടെയും സുരക്ഷയ്ക്കാണെന്ന് കരുതി നമുക്ക് അതങ്ങോട്ട് ക്ഷമിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ കയറുന്നിട്ട് സെൽഫി എടുക്കാനുള്ള ടീമുകളുടെ പരിപാടിയൊക്കെ കാണാം. ഇപ്പോൾ അതൊന്നുമില്ല, സേഫാണ്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ നെല്ലിയാമ്പതി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മളോടൊപ്പം കൂടിയ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.